വെഞ്ചൂരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് Bernoulli's equation. ഇമ്പോർട്ടന്റ് ആണ്. ബെർണോളിസ് ഇക്വേഷന്റെ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്നതാണ് എന്താണ് വെഞ്ചൂരിമീറ്റർ. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് അടുത്ത പോയിന്റ് ആണ്. യൂസ്ഡ് ടു മെഷർ the rate of flow of a liquid or fluid flowing through a pipe. അതായത് നമ്മളൊരു പൈപ്പിൽ കൂടെ എത്ര വെള്ളം ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടോ അതിനെ നമ്മൾ പറയുന്നതാണ് എന്താണ് ഫ്ലോ ചെയ്യുന്ന പോകുന്നതിന് അതിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ, അതായത് ഡിസ്ചാർജ്. ഒരു പൈപ്പിൽ കൂടെ എത്ര വെള്ളം ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെഞ്ചൂരിമീറ്റർ. ഇനിയിപ്പം ഞാൻ വെഞ്ചൂരിമീറ്ററിന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ നിങ്ങളൊരു ഫിഗർ കണ്ടല്ലോ. ഇതാണ് വെഞ്ചൂരിമീറ്റർ. ഇവിടെ നോക്കിക്കേ, ഒരു സൈഡിൽ എന്താണ് വലിയൊരു വലിയൊരു ഇതുണ്ട്, പീസ് ഉണ്ട്. നമ്മൾ എന്തായിരിക്കും വരുന്നത്? ഇതെന്താ ഒരു കൺവേർജിങ് പീസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു ചെറിയൊരു ത്രോട്ട് ഉണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ഡൈവേർജിങ് ത്രോട്ടും ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു വെഞ്ചൂരിമീറ്റർ. ഇനി വെഞ്ചൂരിമീറ്ററിന്റെ വേറെ ഇതിപ്പോ സൈഡ് വ്യൂ ആണല്ലോ കാണുന്നത്. ഇനിയിപ്പോ നമ്മൾ പൈപ്പിൽ കണക്ട് ചെയ്യുന്ന വെഞ്ചൂരിമീറ്ററിന്റെ ഫിഗർ ഞാനിപ്പോ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ? ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. ഇതിന്റെ അകത്ത് എന്താണ്, ഇവിടെ സൈഡിൽ ഒരു കൺവേർജ് ചെയ്ത് വരുന്ന ഒരു പോർഷൻ ഉണ്ട്, പിന്നെ ഒരു ത്രോട്ട് ഉണ്ട്, പിന്നെ ഒരു ഡൈവേർജിങ് വരുന്ന ഒരു പോർഷൻ ഉണ്ട്. ത്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇത് പൈപ്പാണ്. പൈപ്പിന്റെ അകത്ത് ഇത് ഇവിടെ കണക്ട് ചെയ്യും. എന്നിട്ട് എന്താണ് രണ്ട് സൈഡിലെ നമ്മൾ എന്തുമായിരിക്കും അവിടുത്തെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് അല്ലെങ്കിൽ എന്താണ് വാട്ടർ ലെവലിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കും. പൊട്ടൻഷ്യം ഇത് വെച്ചിട്ട് മാനോമീറ്റർ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ടെന്താണ് നമുക്ക് അവിടുത്തെ ഹൈറ്റ് ഡിഫറൻസും ഒക്കെ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് വെഞ്ചൂരിമീറ്ററിന്റെ 3 പാർട്സ് ആണ്. അടുത്താണ് പാർട്സ് ഓഫ് എ വെഞ്ചൂരിമീറ്റർ. വെഞ്ചൂരിമീറ്റർ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുവാണെങ്കിൽ എന്താണ് ഒരു പൈപ്പ് പോയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു വെഞ്ചൂരിമീറ്റർ ഇരിക്കുന്നത്. ഇതാണ് ഒരു വെഞ്ചൂരിമീറ്റർ. ഇതാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതിനെ നമ്മൾ കാണുന്നത്. ഇതിന്റെ അത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഈ ഫസ്റ്റ് പോർഷന്, ഈ പോർഷനെ പറയുന്ന പേര്, ഈ ഫസ്റ്റ് പോർഷൻ ഇവിടെ എന്താണ് ഒരു സെക്കൻഡ് പോർഷൻ ഉണ്ട്. 3 പോർഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോർട്ട് കൺവേർജിങ് പാർട്ട് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഷോർട്ട് കൺവേർജിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടെന്നല്ലേ നമുക്ക് ഇവിടെ എന്താണ് കൺവേർജ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഷോർട്ട് കൺവേർജിങ് പാർട്ട് എന്ന് പറഞ്ഞത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ത്രോട്ട്. നമ്മുടെയൊക്കെ തൊണ്ടയിലെ അതുപോലെ ഒരു ചെറിയൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ത്രോട്ട് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ എന്താണ് ഡൈവേർജ് ചെയ്താണല്ലേ വന്നിരിക്കുന്നത്.
ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജിങ് പാർട്ട്. ഡൈവേർജിങ് പാർട്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഒരു വെഞ്ചൂരി മീറ്ററിന്റെ 3 പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കൺവേർജിങ് പാർട്ടുണ്ട്, പിന്നെ ഒരു ത്രോട്ട് ഉണ്ട്, പിന്നെ എന്താണ് മൂന്നാമത്തെ എന്താണ് ഒരു ഡൈവേർജിങ് പാർട്ടും ഉണ്ട്. ഓക്കെ, ഇത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ വെഞ്ചൂരി മീറ്ററിന്റെ അകത്ത് നമ്മൾ ഒരു ലിക്വിഡിന്റെ ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് എടുക്കാനുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ വെഞ്ചൂരി മീറ്റർ. അതിന് ഈ ഫിഗർ വരയ്ക്കണം. ഇതിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻലെറ്റിന്റെ അവിടെ നമ്മൾ എന്താണ് ഒരു പിറ്റഡ് ട്യൂബ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വാട്ടർ ലെവലുണ്ട്. അതിൻ്റെ അകത്ത് ലെവൽ റൈസ് ചെയ്യുന്നുണ്ട്, മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ റൈസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് അടുത്തത് D2 എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ എന്താണ് ഒരു പീസോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ലെവൽ റൈസ് വരുന്നുണ്ട്. അവിടെ ത്രോട്ടിന്റെ അവിടെയാണ് രണ്ടാമത് വെച്ചിരുന്നത്. അവിടുത്തെ പോയിന്റിന് നമ്മൾ 2 എന്നും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗർ ഒന്ന് വരച്ചെടുത്ത എല്ലാവരും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വെഞ്ചൂരി മീറ്ററിനെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തു. അതിന്റെ അകത്ത് നമ്മളെന്താണ് ഒരു ഹൊറിസോണ്ടൽ പൈപ്പിന്റെ അകത്താണ് നമ്മൾ ഈ വെഞ്ചൂരി മീറ്റർ കണക്ട് ചെയ്തേക്കുന്നത്. ഈ വെഞ്ചൂരി മീറ്ററിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെഞ്ചൂരി മീറ്റർ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഈ വെഞ്ചൂരി മീറ്ററിന്റെ അകത്ത് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇൻലെറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് പോർഷൻ, അതായത് നമ്മൾ എവിടെയാണ് പൈപ്പ് കണക്ട് ചെയ്തേക്കുന്നത് അവിടെയാണ് നമ്മൾ ഇൻലെറ്റ് വന്നേക്കുന്നത്. അവിടെ നമ്മൾ എന്താണ് ഒരു പീസോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചായിരുന്നു പീസോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത്, പ്രഷർ മെഷർമെന്റിന്. അതിൻ്റെ അകത്ത് മാനോമെട്രിക് ഫ്ലൂയിഡ്സും ഒന്നും ഇല്ല. ഡയറക്റ്റ് ആയിട്ട് അവിടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഏത് ഫ്ലൂയിഡ് ആണോ ഫ്ലോ ചെയ്യുന്നത് അത് ആ പീസോമീറ്ററിനകത്തോടെ കയറി ലെവൽ ഡിഫറൻസ് കാണിക്കും. ഓക്കെ, അവിടുത്തെ വരുന്ന പ്രഷറിനെയാണ് സ്മോൾ ലെറ്റർ P1 എന്ന് പറഞ്ഞേക്കുന്നത്. V1 എന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി, A1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ. അതുപോലെ നമ്മൾ ത്രോട്ടിലും ഒരു പീസോമീറ്റർ കണക്ട് ചെയ്തു. അതിന്റെയും സിമിലർലി ഇത് തന്നെയായിരുന്നു വാല്യൂ. ഇനി നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ബൈ applying Bernoulli's equation at section 1 and 2 എങ്ങനെയായിരിക്കും കിട്ടുക? P1 by rho g plus V1 square by 2g plus Z1 equal to small letter P2 by rho g plus V2 square by 2g plus Z2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇത് നോക്കിക്കേ. നമ്മുടെ ഇതിന്റെ നമ്മളിപ്പോ സെന്റർ ലൈൻ എടുക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ സെന്റർ ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡേറ്റ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ നമ്മുടെ Z1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ Z2. ഈ രണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ പൈപ്പ് ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ എഴുതിക്കുള്ളൂ ആസ് ദ പൈപ്പ് ഈസ് ഹൊറിസോണ്ടൽ കോമ Z1 equal to Z2. എങ്ങനെയായിരുന്നു Z1 equal to Z2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയത്? നമ്മുടെ പൈപ്പ് ഹൊറിസോണ്ടൽ വെക്കുമ്പോൾ അതിന്റെ രണ്ടിന്റെയും സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്താ ഡേറ്റത്തിൽ നിന്ന് വരുമ്പോൾ എന്തായിരിക്കും? സെയിം ആയിട്ടായിരിക്കും വരിക. അപ്പൊ നമുക്ക് Z1 equal to Z2 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? P1 by rho g plus V1 square by 2g equal to small letter P2 divided by rho g plus V2 square divided by 2g എന്ന് പറഞ്ഞു നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. സ്മോൾ ലെറ്റർ P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ ജി ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g. ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ഫസ്റ്റത്തെ ടേം ഉണ്ടല്ലോ P1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറയുന്നത്,
അതെന്തായിരുന്നു? നമുക്ക് ഡിഫറൻസ് ഓഫ് ദ ഹെഡ് അറ്റ് സെക്ഷൻ 1 and 2. അതിനെ തന്നെയല്ലേ നമ്മൾ സ്മോൾ ലെറ്റർ h എന്ന് പറയുന്നത് ഹെഡ് ഡിഫറൻസ്. നമുക്ക് എഴുതാം ബട്ട് P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻസ് ഓഫ് പ്രഷർ അറ്റ് സെക്ഷൻ 1 and 2. ഇനി നമുക്ക് എന്താണ് ഈക്വൽ ടു എന്താണ് എച്ച് എന്ന് പറഞ്ഞു കൊടുക്കാം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ ഫിഗറിനകത്ത് നമുക്ക് ഇവിടെ രണ്ടിടത്ത് വന്നിരുന്ന പ്രഷർ ഡിഫറൻസ് ആണല്ലോ നമ്മുടെ ഇവിടെ പീസോമീറ്റർ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ഹെഡ് ഡിഫറൻസ് ആയിട്ട് കണ്ടത്. അതിനെ നമുക്ക് എന്താണ് എച്ച് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ ജി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എച്ച് എന്ന് പറയുന്ന ടേംസിലോട്ട് നമുക്ക് മാറ്റാം. അപ്പൊ നമ്മൾ എന്താണ് ഈ ടേമിനെ നമുക്ക് എന്താണ് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Therefore, equation number 1 becomes എങ്ങനെയായിരിക്കും വരുന്നത്? H is equal to V2 square divided by 2G minus V1 square divided by 2G എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താണ് V1നെ V2നെയൊക്കെ നമുക്കൊരു കോമൺ ടേംസിലോട്ട് ആക്കാം. നമുക്ക് എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷനകത്ത് എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? A1 V1 is equal to A2 V2 എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ, V1 എന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി. അതുപോലെ തന്നെ ഈക്വൽ ടു A2 V2. A2 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ത്രോട്ടിന്റെ അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, V2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റി. അങ്ങനെ എഴുതാമല്ലോ. ഇപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? ഒരു V1ന്റെ ടേംസിലോട്ട് ഞാനത് കൺവേർട്ട്. V1 എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? A2 V2 ഡിവൈഡഡ് ബൈ A1 നമുക്ക് എഴുതാമായിരിക്കുമല്ലോ. ഇതിനെ നമുക്ക് എന്താണ് ഈ സെക്കൻഡ് ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഴുതിക്കുള്ളൂ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് V1 ഇൻ ഇക്വേഷൻ 2. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക? H is equal to V2 square divided by 2G minus A2 V2 the whole square divided by A1 square into 2G. ഇങ്ങനെ എഴുതാമല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും? ഇതിന്റെ അകത്തൊന്ന് കോമൺ ആയിട്ടുള്ള ടേംസ് എന്താണ്? V2 square divided by 2Gനെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ എന്താണ്? 1 മൈനസ് A2 square divided by A1 എന്ന് എഴുതാം. ഓക്കെ, അതിനെ എങ്ങനെ എഴുതാം? V2 square divided by 2G into A1 square ഉണ്ട്. A1 square മൈനസ് A2 square divided by A1 square എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഇനി V2 square എന്ന് പറഞ്ഞുള്ളതിന് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കണം? നമുക്ക് എന്താണ് വെലോസിറ്റി ആയിട്ട് ത്രോട്ടിലേക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും? 2GH into A1 square divided by A1 square minus A2 square നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ്? V2 is equal to root of 2GH into എന്തായിരിക്കും? A1 divided by root of A1 square minus A2 square എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അപ്പൊ എന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ A1 by root of A1 square minus A2 square into root of 2GH. ഇതൊരു ഇക്വേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. Therefore, discharge equal to എങ്ങനെയായിരിക്കും? Q is equal to A2 P2 എന്ന് പറയും. അപ്പൊ എന്തായിരിക്കും? A2 into A1 divided by root of A1 square minus A2 square into root of 2GH. ഓക്കെ, നമുക്കിതാണ് ഈ കിട്ടിയേക്കുന്നതിനെ പറയുന്ന പേരാണ് Q തിയററ്റിക്കൽ. അതായത് നമുക്ക് എന്താണ് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടും. നമുക്ക് തിയററ്റിക്കൽ ആയിട്ട് എങ്ങനെ കിട്ടുന്നു അതിനെയാണ് നമ്മൾ എന്താണ് Q തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്.
ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. Q തിയററ്റിക്കൽ. ഇത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷന്, ഇക്വേഷൻ നമ്പർ എ എന്ന് വിളിച്ചോ. ഇപ്പൊ എഴുതിക്കോ, this equation gives the discharge under ideal conditions, so called theoretical discharge. അപ്പം നമുക്ക് എന്താണ് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. The actual discharge is will be less than theoretical discharge. Therefore Q actual equal to ഒരു ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് CD ഇൻറ്റു A1 A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഈ CD-യെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വെഞ്ചൂരി മീറ്റർ. അല്ലെങ്കിൽ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്നും പറയും. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓർ കോഎഫിഷ്യന്റ് ഓഫ് വെഞ്ചൂരി മീറ്റർ. ഈ CD-ക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അതിന്റെ വാല്യൂ കൂടെ പഠിച്ചേക്കുക. 0.95 to 0.98. ഇത് മോസ്റ്റ് പ്രോബബ്ലി എപ്പോഴായിരിക്കും എത്ര ആയിരിക്കും? 0.98 ആയിരിക്കും ഇതിന്റെ വാല്യൂ വന്നേക്കുന്നത്. എന്തുവായിരുന്നു നമ്മുടെ ഇക്വേഷന്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഡിസ്ചാർജ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അതിന് തിയററ്റിക്കൽ ഡിസ്ചാർജ് ആയിരിക്കും. തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇക്വേഷൻ ഉണ്ടാകുന്നത് A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH എന്ന് പറഞ്ഞായിരിക്കും കിട്ടുന്നത്. നമുക്കിപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് എപ്പോഴും എന്താണ്? അത് തന്നെ നമുക്ക് ഡിസ്ചാർജ് പുറത്ത് കിട്ടത്തില്ല. കാരണം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ലോസും ഒക്കെ വരുമല്ലോ. അപ്പം നമുക്ക് എന്തായിരിക്കും? ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഡിസ്ചാർജിനേക്കാളും കുറവുള്ളൊരു വാല്യൂ ആയിരിക്കും. അതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അവിടെ എന്തായാലും ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD എന്ന് പറയുന്നൊരു ടേം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. CD ഇൻറ്റു A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH എന്ന് പറയുന്നതാണ് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. CD-ക്ക് നമുക്കൊരു വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ ലെസ് ദാൻ 1 ആയിരിക്കും. അതിന്റെ വാല്യൂവിന് റേഞ്ച് കൂടെ ഉണ്ട്. 0.95 to 0.98. എപ്പോഴും അതിന്റെ വാല്യൂ നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി വരുന്ന 0.98 ആയിരിക്കും. ഇനി അഥവാ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് CD-യുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 0.98 ഇട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഒരു സബ് ഹെഡിങ് എഴുതിയേക്കാം. വാല്യൂ ഓഫ് H given by differential manometer. എന്താണ് നമ്മുടെ Hന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് 4 കണ്ടീഷൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ആകെ 2 ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ. നിങ്ങൾ പക്ഷേ കാര്യം ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനോമീറ്റർ ഇഫ് എഴുതിക്കോ. ഒരു കാര്യം ചെയ്യാം. കേസ് 1 എന്ന് പറഞ്ഞിരിക്കും. കേസ് 1 കോമ ഇഫ് ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഞാൻ DM എന്നാണ് ഇട്ടേക്കുന്നത്. മാനോമീറ്റർ
contains a liquid which is heavier than the liquid flowing through the pipe. അപ്പോൾ എന്തായിരിക്കും നമുക്ക് H ഇൻഡിക്കേഷൻ? H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH മൈനസ് S മൈനസ് 1. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ടേം എന്ത് പറയും? SH എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ലിക്വിഡ്. S എന്ന് പറയുകയാണെങ്കിൽ specific gravity of liquid flowing through pipe. X എന്ന് പറയുവാണെങ്കിൽ എന്താണ്? ഡിഫറൻസ് ഓഫ് ദ heavier liquid column in U-tube manometer. ഇതാണ് ഇക്വേഷൻ. H is equal to X into SH divided by S minus 1. എന്തായിരുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ? ഒരു ഹെവിയർ ലിക്വിഡ് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഹൈറ്റ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അവിടുത്തെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കും. പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെയാണ് കേസ് 2. If the differential manometer contains a liquid which is lighter than the liquid flowing through the pipe. ഇവിടെ വരുവാണെങ്കിൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. H is equal to X into 1 minus SL divided by S. ഇവിടത്തെ അകത്തുനിന്ന് SL എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻസും കൂടാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്തായിരുന്നു? നമ്മുടെ പൈപ്പ് ഹൊറിസോണ്ടലായിട്ട് ഇരിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ എൻജൂരിമീറ്റർ ഒരു ഇൻക്ലിനേഷനിൽ നിൽക്കുവാണെങ്കിൽ. ഇനി അടുത്താണ് കേസ് 3. അതിന്റെ അത് ഹെഡിങ് ആണ് ഇൻക്ലൈൻഡ് വെഞ്ചൂരിമീറ്റർ വിത്ത് heavier liquid in ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അതായത് നമുക്ക് എന്താ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് വരണം. ഇൻക്ലൈൻഡ് ആണ്, വെഞ്ചൂരിമീറ്റർ ഇൻക്ലൈൻഡും ആണ്, പിന്നെ അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ അകത്തുള്ള ലിക്വിഡ് ഹെവിയറും ആണെങ്കിൽ. അപ്പൊ നമുക്ക് H എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും എഴുതാൻ വെക്കുന്നത്? P1/ρg വരും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്തായിരിക്കും? പ്ലസ് ഒരു നമ്മുടെ ലെവൽ ഡിഫറൻസ് Z1 കൂടെ വരും. മൈനസ് P2/ρg പ്ലസ് Z2 എന്നും കൂടെ ആയിരിക്കും വരുന്നത്. ഇത്രയായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് എന്തായിരിക്കും? സെയിം ഇക്വേഷൻ ആണ്. എക്സ് ഇൻറ്റു SH/S മൈനസ് 1 ഇതായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ നാലാമത്തെ കേസ് ആണ്, കേസ് 4 ആണ്. ഇൻക്ലൈൻഡ് വെഞ്ചൂരിമീറ്റർ
ഇൻക്ലൈൻഡ് വെഞ്ചൂരിമീറ്റർ വിത്ത് ലൈറ്റർ ഫ്ലൂയിഡ് ആണ് ലൈറ്റർ ഫ്ലൂയിഡ് ഇൻ ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടെ വരുമ്പം H is equal to P1 by rho G plus Z1 minus P2 by rho G plus Z2 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും X into 1 minus SL divided by S. ഇതായിരിക്കും വരുന്നത്. നമുക്കപ്പോൾ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്തായിരുന്നു? H is equal to X into SH divided by S minus 1 എന്നും പിന്നെ H is equal to X into 1 minus SL divided by S എന്നും. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചാൽ മതി. അത് നമുക്ക് എന്തായിരിക്കും? വെഞ്ചൂരിമീറ്റർ ഹൊറിസോണ്ടൽ ആണെങ്കിലും യൂസ് ചെയ്യാം, വെഞ്ചൂരിമീറ്റർ എന്താണ് ഇൻക്ലൈൻഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴായിരിക്കും വെഞ്ചൂരിമീറ്റർ ഫസ്റ്റത്തെ ഇക്വേഷൻ എപ്പോഴായിരിക്കും? വെഞ്ചൂരിമീറ്ററിനകത്ത് ഹെവിയർ ലിക്വിഡ് ആണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ വെഞ്ചൂരിമീറ്ററിന്റെ അകത്ത് ലൈറ്റർ ലിക്വിഡ് വരുവാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുവരെ ഒന്ന് എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവല്ലോ, ഒന്ന് നോക്കിക്കേ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം.